അയ്യോ അമ്മേ നീന്തല് പഠിപ്പിച്ച് തരാമോ? സൂപ്പർ സാധനമല്ലേ ഇത്? ചൈനയിൽ നിന്ന് ഇറക്കിയ തൊപ്പിയാട്ടോ. ഒരു സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ കാലിലേക്ക്. ഫുൾ ഷെല്ലും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള. ഹാപ്പിയാണോ? നല്ല ടേസ്റ്റ് ഉള്ള നൂഡിൽസോ, ഭയങ്കര ടേസ്റ്റ് അത്. ഈ വീടിന്റെ ഫ്ലേവറും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണുള്ളൂ. സ്പൈസി ലോബ്സ്റ്റർ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ ലൈസ്, പച്ച ലൈസ്, നീല ലൈസ്, ചോപ്പ് ലൈസ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് തായ്ലാൻഡ് ഡിഷാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് മൈ ഗൈസ്. ഇനി നമ്മൾ അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടി നമ്മൾ സ്വിമ്മിംഗ് പൂൾ. അയ്യോ അമ്മേ നീന്തല് പഠിപ്പിച്ച് തരാമോ? ഇവന് നീന്താൻ അറിയില്ല കേട്ടോ. അയ്യോ അമ്മേ നിതുലിനെ നീന്തൽ പഠിപ്പിക്കുക. എത്ര വയസ്സായിട്ട് നീന്തൽ അറിയില്ല. ഞാനൊന്ന് ഇപ്പൊ ഒന്ന് പഠിപ്പിക്കുക. 10 മിനിറ്റിനുള്ളിൽ ഞാൻ പഠിപ്പിക്കും ഇവന്. നീന്തൽ അങ്ങോട്ട് ഇതാകാം. കൈ എങ്ങനെ എടുത്തോക്കെ നീന്താൻ പറ്റുന്നോക്ക്. ഞാൻ ഒന്ന് വിട് എന്നിട്ട് അവനെ ഇട്ട് പറ്റുണ്ടോ? അതെ 10 മിനിറ്റ് നീന്തൽ പഠിച്ചിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയോട്ടെ. എന്നാ ട്രൈ ചെയ്ത് വേഗം. ശരിയായിട്ടില്ല. അമ്മ അപ്പോഴേക്ക് രക്ഷിക്കാൻ വേണ്ടി വന്നു. ഒന്നുകൂടെ കറക്റ്റ് ആവാൻ ഇത് എന്താണെന്നറിയില്ല. നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകണം. നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോവാം. ഹായ് ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ തായ്ലാൻഡ് ആണ് കേട്ടോ ഫാമിലീൻ്റെ ഒപ്പം. അപ്പോൾ നമ്മൾ പൂളിലേക്ക് പോയി. ഓൾ ഗുഡ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്പെയിൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്തത് പോകുന്നത് കാട്ടാ ബീച്ചിലോട്ടാണ്. നമ്മൾ ഇന്നലെ രാത്രി കാട്ടാ ബീച്ചിലോട്ട് പോയി, പക്ഷേ ഒന്നും കണ്ടൊന്നുമില്ല. രാത്രി ബീച്ചിൽ പോയിട്ട് കാര്യമില്ല. പകരം ഇപ്പോൾ നമ്മൾ കാട്ടാ ബീച്ചിൽ പോകുന്നു. ബീച്ചിലത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നു. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ നമ്മളെ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഇതാണ് ഹോട്ടൽ വരുന്നത്. ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഷട്ടിൽ ഈ സംഭവം ഉണ്ട്, വാനുണ്ട്. അതിലാണ് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ബീച്ചിലെത്തിയിട്ട് കാണാം. അങ്ങനെ കഴിച്ച് നമ്മൾ കാട്ടാ ബീച്ചിലോട്ട് എത്തിയേക്കാണ് കേട്ടോ. ഇതാണ് ശരിക്കുള്ള കാട്ടാ ബീച്ചിൻ്റെ വ്യൂ. ഇന്നലെ ഒരുത്തൻ കാട്ടാ ബീച്ചിലോട്ട് കൊണ്ടുവന്നതാ. എന്താണ് സാർ കാട്ടാ ബീച്ച് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ പറയ്, കാട്ടാ ബീച്ച് എങ്ങനെയുണ്ട്? അവൻ രാത്രിയിൽ ഞങ്ങളെ കാണിക്കാൻ കൊടുന്നു. എന്താ ബീച്ച് എല്ലാ ബീച്ചും രാത്രി ഒരേപോലെ തന്നെയല്ലേ? ഒന്നും കാണില്ല. ചാവക്കാട് ബീച്ച് പോലെയാണോ ഈ ബീച്ച്? ഇതാണ് ബീച്ച് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് കൊടുന്നതാണ് ഉച്ചക്ക്. ഇനി അതും കൂടെ കണ്ടിട്ട് നാട്ടിലേക്ക് പോകാനല്ലേ? ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കാറ്റാ ബീച്ച് വരുന്നത്. അവിടെ ജെറ്റ് സ്കീം സംഭവങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ, ബീച്ച് കണ്ടോളൂ. ജെറ്റ് സ്കി ആൾക്കാർ സൺബാത്തിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ബീച്ചിൽ ഇറങ്ങുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ. ഗൈസ് അതിനുണ്ട് സൂപ്പർ സാധനമല്ലേ ഇത്? ചൈനയിൽ നിന്ന് ഇറക്കിയ തൊപ്പിയാട്ടോ. ഇത് നമുക്ക് UV പ്രൊട്ടക്ഷനൊക്കെ ഉള്ള തൊപ്പിയാണ്. ഇനി ഈ തൊപ്പി വേണ്ടവരാരെങ്കിലും വേണമെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് UV ഡ്രസ്സൊക്കെ നമുക്ക് ഇനി ഇറക്കാം കേട്ടോ. അത് കാരണം ചൂടെടുക്കില്ല. അത് നമ്മൾ എടുക്കാൻ മറന്നതാണ്. അല്ലെങ്കിൽ ഈ ചൂടത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂട്, അതായത് UVൻ്റെ ആ ഇതൊന്നും ഉണ്ടാവില്ല. സ്കിൻ പ്രൊട്ടക്റ്റീവ് ഒരു ക്ലോത്ത് ഉണ്ട്. അത് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അതിനെ പറ്റിയിട്ട് എന്തായാലും. ഇപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുക. അപ്പോൾ അതാണ് നമ്മുടെ കാട്ടാ ബീച്ച് വരുന്നത്. ആൾക്കാർ ഇവിടെ അതേ മണലിലൊക്കെ കളിക്കുന്നുണ്ട്, അതേപോലെ ബീച്ചിലിറങ്ങി കളിക്കുന്നുണ്ട്, ജെറ്റ് സ്കി ചെയ്യുന്നു, നീന്തുന്നു, കുറേ പേര് അപ്പുറത്തിരുന്ന് മസാജ് ചെയ്യുന്നു, സൺബാത്ത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ സൂപ്പർ കടലാണ് കേട്ടോ. നല്ല കളറും നല്ല വൃത്തിയുള്ള കടൽ. നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം പോലും ഇവിടെ കാണാനില്ല. പിന്നെ അവിടെ ജെറ്റ് സ്കി കിടക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജെറ്റ് സ്കീയിൽ ഇതേ പോകുന്നു. നമുക്ക് വീഴില്ലേ എന്നുള്ളത് നോക്കാം. ഫ്രണ്ട് വന്നിട്ട് അപ്പുറത്ത് പാരാസൈലിംഗ് നടക്കുന്നുണ്ട്. പാരാസൈലിംഗ് ചെയ്ത ആൾക്കാർ ഇതേ ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് ലാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡ്രൈവർ മാമൻ ബാക്കിലുണ്ട് കേട്ടോ. ആൾ ഫുൾ സർക്കസാണ്. കൊണ്ടുപോന്നു ലാൻഡ് ചെയ്തു. അവർ ലാൻഡ് ചെയ്തു മണലിൽ ലാൻഡ് ചെയ്തു. തായ്ലാൻഡിൽ പട്ടിയും കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. കടൽ ആസ്വദിച്ച് നിൽക്കുന്ന ഒരു പട്ടീനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാട്ടാ ബീച്ച് ആസ്വദിച്ച് നിൽക്കുന്ന ഒരു പട്ടിക്കുട്ടി നിൽക്കുന്ന അവൻ മാറണില്ല കേട്ടോ. മോനെ കടലെങ്ങനെയുണ്ടടാ? മോനെ കടലെങ്ങനെയുണ്ട്? ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണേ. തായ്ലാൻഡ് സ്പെഷ്യൽ എന്തോ സംഭവം മേടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ജ്വല്ലറി എന്നൊക്കെ പറയാം.
എന്തോ ഷെല്ലുണ്ട്, ആമയുണ്ട്, എന്തൊക്കെയോ സാധനങ്ങളുള്ള തായ്ലാൻഡ് സ്പെഷ്യൽ സാധനമാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കണത്. ഒരു സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ കാലിലേക്ക്. ഫുൾ ഷെല്ലും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള. ഹാപ്പിയാണോ? എന്തെങ്കിലും ഒന്ന് മേടിക്കണ്ടേ? ഹാപ്പിയാണോ? ഹാപ്പി. സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഐ എം ഹാപ്പി എന്നൊക്കെ ഫുൾ ഇംഗ്ലീഷൊക്കെ ആണല്ലോ. അതുപോലെ ഇനി നേരെ നമ്മൾ ഇനി നമ്മുടെ ഷട്ടിലിൻ്റെ വണ്ടി വന്നിട്ടുണ്ടാകും അവിടെ. നേരെ നമ്മൾ അതെടുത്തിട്ട് നേരെ ഹോട്ടലിലോട്ട് വന്ന് റെസ്റ്റ് എടുക്കുന്നത്. ഇവിടെ വേറെ എന്തെല്ലോ കുറേ ജ്വല്ലറീസും സാധനങ്ങളൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ബീച്ചിന് ശേഷം നമ്മളിപ്പോൾ നേരെ ഷോപ്പിങ്ങിന് വന്നേക്കാം കേട്ടോ. ഷോപ്പിംഗ് എവിടെയാണെന്ന് വെച്ചാൽ 7-Eleven കുറച്ച് തായ് സ്പെഷ്യൽ ഡിഷസൊക്കെ മേടിക്കാൻ. നമുക്ക് കുറച്ച് തായ് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാം, നൂഡിൽസൊക്കെ മേടിച്ചു കൊടുക്കാം. അപ്പോൾ അതെ കുറച്ച് തായ് നൂഡിൽസും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കപ്പ് നൂഡിൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നാട്ടിൽ പോയിട്ട് ചോറും സാമ്പാറൊക്കെ കഴിക്കുന്നതിന് പകരം കുറച്ച് ദിവസം തായ് ഫുഡൊക്കെ കഴിക്കട്ടെ. ഇതൊക്കെയാണോ കഴിക്കുന്നത്? ഞാൻ പറയുന്നത് ഏറ്റവും സൂപ്പർ ഒരു സാധനമുണ്ട്, അത് കാണിച്ച് കഴിച്ചോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ബുൾഡാക്കിൻ്റെ നല്ല നൂഡിൽസാണ്, നല്ല ടേസ്റ്റുള്ള നൂഡിൽസോ, ഭയങ്കര ടേസ്റ്റ് അത്. ഇത് കൊറിയൻ സാധനം കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നാൽ മതി. അയ്യോ ഇത് ചെറുതാ, വേറെ സാധനം ഉണ്ട് 3x സ്പൈസി. ഇതൊക്കെ നമുക്ക് ചെയ്തിട്ട് വ്ളോഗ് ഇട്ടാലോ? വേണോ? 3x വേണോ? അതിന് വേറൊരു സാധനം കൂടി ഉണ്ട്, ഗോസ് പെപ്പർ. എരിവുള്ളത് പിടിക്കില്ലേ? ഗോസ് പെപ്പർ ഉണ്ട്, ഗോസ് പെപ്പർ. ഇതൊക്കെ തിന്നു കഴിഞ്ഞാണ്ടല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന തോന്നണേ. ഇത് വേണോ? അത് ഇങ്ങനെയല്ലേ കഴിക്കുക, അതിലേക്ക് പീനട്ട് ബട്ടറും ഹണിയൊക്കെ ചേർത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ പിന്നെ ഹോട്ട് ആൻഡ് സ്പൈസി ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ജയ്ഫൈ, നമ്മുടെ ബാങ്കോക്ക് അമ്മൂമ്മയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ ക്രാബ് നൂഡിൽസ് ഉണ്ട്, അതിൻ്റെയാണ് നമുക്ക് ടോമിയം ഫ്ലേവറിൻ്റെ സാധനം. അതിൻ്റെ ഒരു കപ്പ് നൂഡിൽസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ എന്താ പറയാനുള്ളത്? അമ്മയ്ക്ക് ഒരു ബുൾഡോഗ് നൂഡിൽസ് മേടിച്ചെടുത്താലോ? ചേട്ടൻ ലണ്ടനിലേക്ക് കടത്തുക. ഇവർ നാട്ടിൽ വന്ന നാട്ടിൽ നിന്ന് സ്മഗിൾ ചെയ്തിട്ട് കായ ചിപ്സും സാധനങ്ങളും അങ്ങോട്ട് UK കടത്തുക. പിന്നെ ഇവിടെ നിന്ന് ഇപ്പം തായ് സാധനങ്ങൾ UK കടത്തുക. ഇനി ഇവിടെ എന്താ നാളികേരപ്പാലുണ്ട്, കുരുമുളകുണ്ട്. പിന്നെ ഈ സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചൈന പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തായ് ഫുഡൊക്കെ ഉണ്ടാക്കണം. തായ് ഫുഡ് ഉണ്ടാക്കണ വ്ളോഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഷോർട്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ, ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈയിലൊക്കെ ഇടുന്ന സാധനം വന്നു. പിന്നെ ഇവിടെ ഓരോ സോസുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടീ പൗഡേഴ്സും സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ വേറെ എന്തോ ബബിൾ ടീൻ്റെ എന്തെല്ലോ ടീ പൗഡറും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതേ ബബിൾ മിൽക്ക് ടീൻ്റെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബബിൾ ടീൻ്റെ ആ ഒരു ബബിൾസ്, സാധാരണ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പിയോക്ക ബോൾസ് ആണ് വരുന്നത് ഈ ബബിൾ ടീയിൽ വരുന്ന സാധനങ്ങൾ മൊത്തം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ ഐറ്റംസ്, തായ് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. എന്തൊക്കെ കോൺഫ്ലേക്സും നമ്മുടെ ചോക്കോസും സാധനങ്ങളും. ഏതാ വലിയ സൂചിപ്പിൻ, വലിയ വെറൈറ്റി സൂചിപ്പിൻ. ഇത് നല്ല ക്യൂട്ട് സൂചിപ്പിൻ കേട്ടോ. കണ്ടോ, വാട്ടർ മെലണും സ്ട്രോബെറി ഒക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ അറിയോ, ഇത് വലിയ തായ്ലാൻഡിലെ സ്പെഷ്യൽ സൂപ്പർ ഗ്ലൂ ആണ്. ചില സമയത്ത് ഈ ആന അടി കൂടുമ്പോൾ ആനയുടെ കൊമ്പ് മുറിഞ്ഞു പോകും. ആനയുടെ കൊമ്പ് മുറിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കും. എന്തൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിശ്വസിക്കേണ്ടത്. അത് സത്യം, അത് കണ്ടില്ലേ ആനയുടെ ഫോട്ടോ ഒക്കെ വെച്ചേക്കണ്. ആനയുടെ കൊമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടല്ലേ ഒട്ടിക്കാറ് സാധാരണ ഇവിടെ. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മുടെ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കണത് കുറച്ച് സ്ക്വിഡിൻ്റെയും ഐറ്റംസും സാധനങ്ങളും, പിന്നെ കുറച്ച് കപ്പ് നൂഡിൽസൊക്കെയാണ്. നോക്കി നോക്കാം നമുക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ ഇടാൻ പറ്റുമോ എന്നുള്ളത്. ഇതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഷോർട്സ് ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഫുഡ് വ്ളോഗ്സ് വേണ്ടവർ പ്രത്യേകം കമൻറ്റ് അടിക്കണം. ഓക്കെ, ഇതെന്താണ്? സ്പോഞ്ച്, മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച്. ഇതിനെന്തോ വേറെ എന്തൊക്കെ പറയുന്നത്. UK ആ കോഴ്സ് പഠിച്ചു തോന്നുന്നു. ഓക്കെ, അതില് സ്ട്രോബെറി ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ലിസ്ട്രിനും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സും ഉണ്ട്. ഇതേ ATMൻ്റെ ബാക്ക് ബാഗ് കേട്ടോ. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇത് ATMൻ്റെ ബാക്ക് ഭാഗം, ഇവിടെ തുറന്നാലും പൈസ കിട്ടും. തായ്ലാൻഡിലെ ജയിലിൽ അഴിയണ്ട. ഇവിടെ ഐസ്ക്രീംസ് ഒക്കെ. ഓ, ഫ്രൈഡ് ചിക്കനും പിന്നെ ഇതൊക്കെ ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ഒന്നും. ഇവിടെയാണ് ഐസ്ക്രീംസ്, സോറി, ഇവിടെ ഐസ്ക്രീംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫിഷ് ബോയിൽഡ് റൈസും ഫ്രോസൺ ഫുഡ് ഐറ്റംസാണ് മൊത്തം വരുന്നത്. അത് നമ്മൾ മേടിച്ചുകൊണ്ടായിട്ട് കാര്യമില്ല. ഇത് പൂച്ചയ്ക്ക് മേടിക്കാനുള്ള സാധനങ്ങൾ, പൂച്ചയ്ക്കുള്ള ട്രീറ്റുകളാണ് അത് മൊത്തം.
ആ പശുവിന് കൊടുക്കാണ് ചേ ഒക്കെ പൂച്ചയ്ക്കുള്ള ഫുഡുകൾ. പൂച്ചയ്ക്കും കുറച്ച് ഇതായിരിക്കുന്നു പൂച്ച. പിന്നെ അതെ പട്ടിക്കുള്ള ഫുഡുകളുണ്ട്. പിന്നെ ഈ സ്നാക്സാണ് കേട്ടോ നമ്മളിപ്പോൾ മേടിച്ചേക്കുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവും പുളിയൊക്കെ വരുന്ന ഒരു സാധനമാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ സാധനമുണ്ട്. ഇത് ഫുൾ തായ് ഭാഷയിൽ എഴുതിയേക്കുന്നത്. എന്താ ടാറോ ബ്രാൻഡ് ഫിഷ് സ്നാക്ക് ഹോട്ട് ചില്ലി. ഇതൊക്കെ ഫിഷ് സ്നാക്സാണ് വരുന്നത്. പിന്നെ നമുക്ക് ചൈനയിലുള്ള പോലെ തന്നെ ഇവിടെയും കുറേ ലേസിന് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോ ലേസും കുറേ ലേസൊക്കെ മേടിച്ചിട്ട് നമ്മളതൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സമയമില്ല, ഒക്കെ ചെയ്യും. എല്ലാം പതിയെ പതിയെ വരും. ചൈനയിലത്തെ ഓരോ തരം ഫ്ലേവറുള്ള ലേസൊക്കെ മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് സുഷീൻ്റെ ഫ്ലേവർ ഉണ്ട്, ഹോട്ട് ചില്ലി സ്ക്വിഡിൻ്റെ ഫ്ലേവറിലുള്ള ലേസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ സാധനത്തിൻ്റെയൊക്കെ ഫ്ലേവറുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇത് ചീറ്റോസ് ഉണ്ട്. ചീറ്റോസ് അധികം ഞാൻ ചൈനയിൽ കണ്ടിട്ടില്ല. ചീറ്റോസ് മേടിച്ചാലോ സ്ഥലവും അതാ പ്രശ്നം. ഞാൻ കുറേ സാധനങ്ങൾ മേടിക്കായിരുന്നു. ഒക്കെ 20 ബാത്തൊക്കെ വരുന്നുള്ളൂ. 20 ബാത്ത് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 50 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നുള്ളൂ. പിന്നെ കോൺ സ്നാക്സും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെ വേറെയും കുറേ ലേസുകളുണ്ട്. പിന്നെ ഇത് മറ്റേ പ്രിങ്കിൾസിൻ്റെ പോലെ ലേസ് ഇങ്ങനെ വരുന്നുണ്ട്. പ്രിങ്കിൾസ് ഉണ്ടല്ലോ, ആ അതെ ജാപ്പ്. അതേ പ്രിങ്കിൾസിൻ്റെ പോലെ തന്നെ ലേസിൻ്റെ സംഭവം തന്നെ ഇത് നാട്ടിലുണ്ട് തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സീവീഡിൻ്റെ ഫ്ലേവറും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണുള്ളൂ. സ്പൈസി ലോബ്സ്റ്റർ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ ലൈസ്, പച്ച ലൈസ്, നീല ലൈസ്, ചോപ്പ് ലൈസ്, ഇവിടെ കുറേ ഫ്ലേവറിലുള്ളത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതെ റെഡ് ബുൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. റെഡ് ബുൾ അറിയാലോ ഗൈസ്, റെഡ് ബുള്ളിൻ്റെ ഹിസ്റ്ററി. റെഡ് ബുൾ ചൈനയിൽ നിന്ന് വന്ന സാധനമാണ്. ചൈനയിൽ നിന്നുള്ള ആ റെസിപ്പി എടുത്തിട്ട് ഏതോ ഒരു മനുഷ്യൻ അത് കട്ടുകൊണ്ട് പോയി അങ്ങനെ ആൾ ബ്രാൻഡാക്കിയതാണ് റെഡ് ബുള്ള്. അപ്പോൾ ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൺഫ്ലവർ സീഡ്സും നോർമൽ ഓറിയോ വേഫേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മുടെ ഇതുണ്ടാവുമല്ലോ പൊക്കി ഒറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. ഒറിയോക്ക് ചൈനീസിൽ എന്താ പറയുക? ചൈനയിലും ഉണ്ട് ഒറിയോ ബിസ്ക്കറ്റ്. ഓലിയോ ആ ആരെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റൂല. ഓലിയോ. അപ്പോൾ നമ്മുടെ പേര് റാണി എന്നല്ലേ. അപ്പോൾ അമ്മേനെ എങ്ങനെ ചൈനീസിൽ വിളിക്കാം? ലാനി ലാനി സവാത്തിക്ക നിഹാ അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കേക്കും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡംപ്ലിങ്സ്, സ്വീറ്റ്സ്, പിന്നെ ചിക്കൻ കാൽ, ചിക്കൻ ബാർബിക്യൂ, ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസ് ചൂടാക്കിയായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട്, സാലഡ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ എവറി ഡേയിൽ കിട്ടുന്ന പോലെ തന്നെ ഇത് 7-Eleven ബ്ലോഗായി പോയല്ലോ. ഇപ്പോൾ ഇത് 7-Elevenലെ എല്ലാ സാധനങ്ങളും കാണിക്കണ പോലെ സൂഷി സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ്. നമ്മുടെ ഒരു സുന്ദരി ഇവിടെ നിൽക്കുന്നുണ്ട്, കടക്കാരി സുന്ദരി. സുന്ദരി മാറിപ്പോയല്ലേ. അതിനത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും അതേപോലെ തന്നെ പോസ്റ്റ് കാർഡ്സും. പിന്നെ നമ്മൾ അഗെയിൻ ബാക്ക് ടു നമ്മുടെ നൂഡിൽസിൻ്റെ ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ 7-Elevenലെ ഇതൊക്കെയാണ് സാധനങ്ങൾ. നമ്മളിനി കുറച്ചും കൂടി ഷോപ്പ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് നേരെ പുറത്തിറങ്ങിയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് തായ്ലാൻഡ് ഡിഷാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് ലാസ്റ്റ് തായ്ലാൻഡിലെ അവസാനത്തെ ഫുഡ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എയർപോർട്ട് പോകുന്നത്, ഫ്ലൈറ്റ് കയറി ഞാൻ ചൈനയിലോട്ടും ഇവർ നേരെ നാട്ടിലോട്ടും പോകുന്നത്. അപ്പോൾ അതെ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താ ഫുഡ്? ഓ വലിയ തായ്ലാൻഡുകാരനാ. ഇതെന്തോ പോർക്കിൻ്റെ സാധനമാണ്. പോർക്കിൻ്റെ സാധനം. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല മാങ്ങട്ട മീൻകറി പോലെ ഉണ്ടെങ്കിലും ഇതിന് പറയുക റെഡ് കറി എന്നാണ്. റെഡ് കറി പക്ഷേ കുറച്ച് ഓറഞ്ച് കളറൊക്കെ ആയിട്ടുള്ള ഒരു കറി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലെന്താ ഉള്ളത്? ബീഫ് ഉണ്ട് അതിൽ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ ചിക്കൻ ഫ്രൈഡ് റൈസ്. പിന്നെ നമ്മുടെ ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ഇത് മോർണിംഗ് ഗ്ലോറി ഒരു വെജിറ്റബിൾ ഡിഷ് നമ്മൾ ഓർഡർ ചെയ്താണ്. ഇനി അടുത്തതായിട്ട് വരാനുള്ളത് ഒരു പോർക്കിൻ്റെ ഒരു സംഭവം കൂടി വരാണ്ട്. അപ്പോൾ നിങ്ങൾ കഴിച്ച് നോക്കിക്കോളൂ. കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. അപ്പോൾ തായ്ലാൻഡ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? എങ്ങനെയാവെന്ന് വിചാരിച്ചില്ല. ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. ഇപ്പം മാറി കേട്ടോ. സൂപ്പർ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസും ഈ ഫ്രൈഡ് റൈസും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്? നാട്ടിൽ വെറുതെ കുറെ സോസ് വെച്ചിട്ട് ആളെ പറ്റിക്കുന്ന ഫ്രൈഡ് റൈസ് അല്ലേ? ഇനി ചൈന വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യാം. പിന്നെ നമ്മളൊരു സൂപ്പർ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോഡ തായ്ലാൻഡ് സ്പെഷ്യൽ സോഡ. പക്ഷെ സോഡ തന്നെ എല്ലായിടത്തും കേട്ടോ. നമ്മുടെ ബേസിൽ വിത്ത് റെഡ് ചില്ലി പോർക്ക് വന്നേക്കുന്നത് പോർക്കിൻ്റെ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ അതും നമുക്ക് കഴിച്ച് നോക്കാം. അങ്ങനെ കുറേ തായ്ലാൻഡ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബൈ. അങ്ങനെ നമ്മൾ
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പ് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണുള്ളത്, ഫുക്കറ്റിൽ നിന്നും ബാങ്കോക്കിലോട്ട്, ബാങ്കോക്കിൽ നിന്നും പിന്നെ നേരെ സിയാനിലോട്ട്. നമ്മൾ ഇനി ചൈന വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചൊരു തായ്ലാൻഡ് വ്ളോഗ്സ് എടുത്താണ്. അപ്പോൾ ദേ ഇവിടെ അച്ഛനും അമ്മയും ചേട്ടനും ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ നേരെ ഇനി ഇവിടുന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് നേരെ ഫുക്കറ്റ് കൊച്ചിയിലോട്ട് പോവുകയാണ്. അവർ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? പേടി തന്നെ അല്ലേ? ട്രിപ്പൊക്കെ സൂപ്പറായിരുന്നു. ആ ഇപ്പം എല്ലാം റെഡി ആയി. എനിക്കിപ്പോ വിഷമം ഇതിലിപ്പോ ചൈനയിലേക്ക് പോവല്ലേ. ചൈന വ്ളോഗ്സിന് കാണാം. ഇനി അടുത്തത് നമ്മൾ ചൈനയിലേക്ക് പോകണം നമുക്ക്. ഇനി അടുത്തത് ഇവര് 3 പേരും കൂടെ ചൈനയിലോട്ട് വരുന്നുണ്ട്. ഇവൻ പിന്നെ എന്താവോ പുലീനൊക്കെ പേടിയായി. ചൈന വന്ന പുലിയിറച്ചി കിട്ടും കേട്ടോ. ചൈനയിൽ പല ഇറച്ചി കിട്ടും. അത് പറഞ്ഞതിന് പോലീസ് പിടിക്കുന്നത്. പിന്നെ നമ്മൾ വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ ചേട്ടൻ എന്തായാലും ചൈനയിലോട്ടുണ്ടാവും. പിന്നെ ഇവരുടെ വിസയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ എല്ലാവരും നമ്മളിനി അടുത്ത ഫാമിലി വ്ളോഗ് വരാൻ പോകുന്നത് മിക്കവാറും ചൈനയെ വെച്ചിട്ടായിരിക്കും, അല്ലാണ്ട് നാട്ടിൽ നിന്ന് ഇനി ഉണ്ടാവില്ല. അപ്പോൾ ചൈന വെച്ചിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് ഫാമിലി വ്ളോഗായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പോൾ ശരി. അപ്പോൾ നമുക്കിനി ലിപ്സ്റ്റിക്ക് പോയിരുന്നു. അപ്പോൾ നമുക്കിനി ചൈന വ്ളോഗായിട്ട് കാണാം. അതുവരെ ബൈ.